സുഹൃത്തുക്കളെ, ഇത് മമ്മൂക്കയെ കുറിച്ചിട്ടാണ് ഒരു ഫൈനൽ കൺഫർമേഷൻ എന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മമ്മൂട്ടിക്ക് അസുഖമുണ്ട്. ഇത് കൺഫേം ചെയ്ത് ഞാനോ അല്ലെങ്കിൽ മറുനാടൻ മലയാളിയോ അതുപോലെ ഏതെങ്കിലും ആളുകളൊന്നും അല്ല കേട്ടോ. കൃത്യമായിട്ടും ഇത് കൺഫേം ചെയ്യുന്നത് ലാലേട്ടനാണ്. ലാലേട്ടന്റെ ഇച്ചാക്കയാണ് അപ്പുറത്തിരിക്കുന്നത്. മമ്മൂട്ടിയെ കുറിച്ച് തീർച്ചയായിട്ടും പരിപൂർണമായിട്ടും അറിയുന്ന ഇപ്പൊ നാട്ടിലുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സംശയമില്ല, അത് മോഹൻലാൽ ആയിരിക്കും. A to Z പറയുന്നതായിരിക്കും. പണ്ട് ഇവര് തൊട്ടടുത്തടുത്ത സെറ്റുകളിൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയച്ച് കളിക്കുന്ന മോഹൻലാലിന് ഇവിടുന്ന് കത്തെഴുതും, മമ്മൂട്ടി അവിടെ കൊണ്ടുകൊടുക്കും. അതിന്റെ മറുപടി അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് അയക്കും. എന്നാ പരിപാടി ആലോചിക്ക്. ഇപ്പൊ അതിന് പകരം വാട്സപ്പും മറ്റുമായിരിക്കും. അങ്ങനെ ഒരു അപാരമായിട്ടുള്ള സ്നേഹമെന്ന് ഇവർ രണ്ടുപേരും തമ്മിലുണ്ടെന്നേ. മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയെ കാണുന്ന ഒരു ഏട്ടനായിട്ടാണ്, മമ്മൂട്ടിയാണെങ്കിൽ ഇവനെ കാണുന്നത്, മോഹൻലാലിനെ കാണുന്ന ഒരു അനിയനായിട്ടാണ്. അത്രയ്ക്ക് ഗംഭീരമായ സ്നേഹമാണ്. അപ്പോഴാണ് തമിഴ്നാട്ടിൽ എമ്പുരാന്റെ ഈ ഒരു വർക്കുമായിട്ട് നടക്കുന്ന സമയത്ത്, പ്രൊമോഷനായി നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ചങ്ങാതി ആരാധന ചോദിക്കുന്ന ചോദ്യം സ്പഷ്ടമാണ്. നമ്മളെല്ലാവരും മമ്മൂക്കയോടും മമ്മൂക്കയുമായി ബന്ധമുള്ള ആളുകളോടും നേരിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യം അവിടെ ചോദിച്ചിരിക്കുന്നു. കേട്ടോളൂ. மம்முட்டி சார் நாங்க தமிழ்நாட்டிலேயும் நிறைய நாங்க வந்து கொண்டாடுறோம், இது பண்றோம். மம்முட்டி சாரோட ஹெல்த் பத்தி நிறைய கான்ட்ரவர்சி, நிறைய வந்து இதாயிட்டு இருக்கு. நீங்க ஒரு ஃப்ரெண்டா இருக்கீங்க, உண்மையிலே அவர் எப்படி இருக்காரு, உங்கள்கிட்ட பேசினாரா? இஸ் ஃபைன், அவ்வளவு அவருக்கு என்னமோ ஒரு சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும், அது மாதிரி தான். നത്തിങ് ടു വറി. ഓക്കെ, നോക്കൂ, അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു അസുഖം മമ്മൂട്ടിക്കുണ്ട്, പേടിക്കാനൊന്നുമില്ല, അതൊക്കെ ഓക്കെയാണ്, നത്തിങ് ടു വറി. അതിനപ്പുറത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അതിനെ കുറിച്ച് ഉത്തരം പറയുന്നില്ല, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മമ്മൂട്ടിയോടുള്ള ഇഷ്ടമാണ്. കൂടുതലായിട്ട് അത്തരം കാര്യങ്ങളൊന്നും മീഡിയയുമായിട്ടോ പൊതുജനങ്ങളുമായിട്ടോ ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടായിരിക്കും. കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഇച്ചാക്കി ആയതുകൊണ്ടാണ്. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ഒരു അസുഖത്തെ പറ്റിയിട്ട് നമ്മളെല്ലാവരും പറഞ്ഞ് നടക്കുന്നില്ല. പലപ്പോഴും നമ്മൾ അത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കും. ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഴപ്പമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് മാറുന്ന, എല്ലാവർക്കും ഉണ്ടാവുന്ന, അപ്പോൾ ഉണ്ടാവുന്ന അസുഖം എന്തിനും നമ്മൾ മാറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വാക്കുകൂടി കേൾക്കുന്ന സമയത്ത് നമ്മളായിട്ടുള്ള ആളുകൾ എന്ത് ചിന്തിക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കരുതുന്നത് പോലെ പലരും പറയുന്നത് ഒരു പ്രശ്നമില്ല മമ്മൂട്ടിക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതേസമയം മറുനാടിനെ പോലെ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ആണോ അല്ലയോ ആയിരിക്കട്ടെ, എന്തോ ഒരു അസുഖമുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രചരിക്കുന്ന ഈ വാർത്തകളുടെ ഇടയിൽ എവിടെയോ ആ ഒരു പീക്കിൽ പറയുന്ന ക്യാൻസറിന്റെയും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു സ്പേസിന്റെയും ഇടയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ആരോഗ്യപരമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു കൺഫർമേഷനിലേക്ക് നമുക്ക് എത്താം എന്നർത്ഥം. അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കാം ആ ഒരു തീരുമാനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഗതി അവസാനിപ്പിക്കുമ്പോൾ മറുനാടൻ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന രീതിയിലല്ല, പക്ഷെ അദ്ദേഹത്തിന് അസുഖമുണ്ടെന്നും അദ്ദേഹം നമ്മൾക്ക് എല്ലാവർക്കും വരാവുന്നത് പോലത്തെ അസുഖം എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ മൈൽഡ് ആയിരിക്കാം, ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ വന്നേക്കാം എന്ന് പറയുമ്പോൾ ക്യാൻസർ പോലെ തന്നെ സംതിങ് ആയിരിക്കാം. ഒരുപക്ഷെ പറയാൻ പറ്റില്ല. മലയാളികളായിട്ടുള്ള 100% പേർക്കും അത്തരം ഒരു അസുഖത്തോടു കൂടി തന്നെയാണ് നമ്മൾ മരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. നമ്മളുടെയൊക്കെ അവസാനം എങ്ങനെയായിരിക്കും നമുക്കൊരു പ്രഡിക്ഷനും ഇല്ല. എന്തായാലും അദ്ദേഹത്തിന് അസുഖമുണ്ട് എന്ന് ലാലേട്ടൻ കൂടി കൺഫേം ചെയ്യുന്നു സുഹൃത്തുക്കളെ. എന്തായാലും അതൊന്നും ഇദ്ദേഹം പറഞ്ഞ പോലെ നത്തിങ് ടു വെറി എന്ന് പറയുമ്പോൾ, പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്കത് നിങ്ങളോടും പറയാൻ തോന്നുന്നു, പേടിക്കാനൊന്നുമില്ല. അദ്ദേഹം അത് ഈസി ആയിട്ട് അത് റിക്കവർ ചെയ്യുകയും നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്യും. ഇതിനപ്പുറം ചാടിക്കടന്നവരാണ് ഈ കെ ജോസഫ് എന്ന് പറയും. പക്ഷേ അതിനൊപ്പം തന്നെ ലാലേട്ടനോട് വേറൊരു മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. Who is the better actor, either Lal sir or Mammootty sir? What do you say? It all depends upon the film, which is not we can. I count him as a great actor. So if you ask Mammootty, definitely he'll say my name. It's a serious affair. So അത് വന്ന് ആര് ബെറ്റർ ആക്ടർ എന്നെല്ലാം ഡിബേറ്റ് അല്ലേ. ഒരു ഫിലിം கிடைச்சா how he is taking it, how he is shouldering it, அதுதான். அதுல சக்சஸ்ஃபுல் ஆயா எல்லாரும் பெட்டர் ஆக்டர். நிச்சயமா. ஈவன் இப்பயே நிறைய ஃபுல்லா சோசியல் மீடியா முழுக்க எம்புரான்ல யாரோ ஒருத்தர் கேமியோ பண்ணிருக்காங்க. பீப்பர் வேர் லைக் ஃபிங்கர்ஸ் கிராஸ் மம்முட்டி சாரா இருக்கணும், திரும்ப அவங்க ரெண்டு பேரையும் ஒண்ணா பார்க்கணும். Yesterday same question somebody asked me that. He said if Fahad Faasil then we would have shown his face. Why we should hide it?
അതിനാല് നത്തിങ് അവരൊന്നും അല്ലേ. നോക്കൂ, ചോദിച്ച ചോദ്യം സിമ്പിൾ ആണ്. മോഹൻലാൽ ചോദിക്കുന്നത് മമ്മൂട്ടി സാറാണോ നിങ്ങളാണോ ഏറ്റവും നല്ല ആക്ടർ? അദ്ദേഹം പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ ഞാൻ മമ്മൂട്ടിയെന്നും, മമ്മൂട്ടിയോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ പേരാണ് പറയുക. ഇതാണ് അവര്. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി നിൽക്കണ്ട. ബൈ.